ഒരു പുതുവർഷ പുലരിയിൽ ആതുരാലയത്തിൽ എങ്ങു നിന്നെന്നില്ലാതെ പറന്നു വന്ന ആ പഞ്ചവർണ്ണക്കിളിയെക്കുറിച്ച്. രചന ഡോക്ടർ ശ്രീകല KL. ആലാപനം ശ്രുതി വെങ്കിടേഷ്. പുതുവർഷ പുലരിയിൽ ആതുരാലയത്തിൻ്റെ പുറമെ ഞാൻ നോക്കി നിന്നിടവേ, പല വർണ്ണമുള്ളൊരു പക്ഷിയിൻ ചാരത്ത് കൂടെ പറന്നങ്ങു പോയിടുന്നു, കൂടെ പറന്നങ്ങു പോയിടുന്നു. കണ്ടിട്ടില്ലതിനെ ഇതിനു മുൻപൊരിക്കലും, കണ്ടതില്ല പിന്നെ ഇതുവരെയും. മനസ്സിൽ നിന്നാ ഭംഗി മായുന്നില്ല, മറവിതൻ മാറാല മൂടുന്നില്ല. പ്രതീക്ഷകൾ ഏറെയുണ്ട് മനസ്സിൽ, അതിൻ പ്രതീകമാണോ പാഴ്കിനാവാണോ? കിനാക്കളോട് ഞാൻ വിട പറഞ്ഞിട്ടു കാലമേറെയായി, കഥയും മാറി. സാധ്യമോ അസാധ്യമാണോ ചിന്തിച്ചപ്പോൾ പക്ഷി വീണ്ടും വന്നു, മെല്ലെ പറക്കുന്നു മുന്നിലൂടെ. അപ്പുറത്തെ മരത്തിൻ ശാഖയിൽ ചെന്നിരുന്നെന്തോ ചിലയ്ക്കുന്നുണ്ടേ. ചൊല്ലുന്നതെന്താണെന്നറിവതില്ല, അടുത്തോട്ടു പോകുവാൻ വഴിയുമില്ല. കണ്ണെടുക്കാതെ ഞാൻ നോക്കി നിന്നു, എന്നെ തേടി വന്നൊരാ പക്ഷിയെ. അന്നം കൊടുക്കുവാൻ ഒന്നുമില്ല, ആരോടും പറയുവാനാവതില്ല. നിദ്രയിൽ വീണ്ടും കിളിച്ചിലയ്ക്കുന്നു, ചിറകടിതൻ ശബ്ദം കേൾക്കുന്നുണ്ടേ. മിഴികൾ തുറന്നപ്പോൾ അന്ധകാരം മാത്രം, മുൻപിൽ വേറൊന്നും കാൺമതില്ല. പിറ്റേന്നു വീട്ടിലേക്കാത്രയായി, മനസ്സിൽ കിളിയെയും കൂടെ കൂട്ടി. വീട്ടിലെത്തി പടികൾ മെല്ലെ കയറുമ്പോൾ, മുന്നിലൂടെ പക്ഷി പറന്നുപോയി. ദൂരത്തേക്കെങ്ങോ മാഞ്ഞു പോയി. പെട്ടെന്നാത്മബോധം ഉണർന്നു, പല വർണ്ണ പ്രതീക്ഷകൾ ഉള്ളിലുണ്ടേ. അതുതന്നെയാണോ ഈ പഞ്ചവർണ്ണ കിളി? അത് തന്നെയാണെന്ന് ബോധ്യമായി. ചാരുതയോടെ നീ പറന്നുയരാം, നല്ല പ്രതീക്ഷകൾ കൂട്ടിവയ്ക്കാം. കുറുകിയുണർത്തും പ്രതീക്ഷകൾ നമ്മിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ പക്ഷിയെന്നും, ഉള്ളിൻ്റെ ഉള്ളിലെ പക്ഷിയെന്നും. പഞ്ചവർണ്ണക്കിളി.